വിശപ്പിന്റെ വിളി അതെനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. ഏതെങ്കിലും ഒരു നേരത്തെ ആഹാരം സ്കിപ്പായി പോയാൽ പിന്നെ എനിക്ക് ബിരിയാണി കൊതി അങ്ങ് തുടങ്ങും. അത് കഴിച്ചാൽ മാത്രമേ പിന്നെ തൃപ്തിയാവൂ. സമയം 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യെങ്കിലും റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് എനിക്ക് പെട്ടെന്ന് കാണും. പക്ഷേ ഹോട്ടൽ കാണുമ്പോൾ സാധാരണ ഞങ്ങളുടെ വണ്ടിക്ക് ബ്രേക്ക് കിട്ടാറില്ല. ഇന്നിപ്പോൾ ഓടിക്കുന്ന ആൾക്കും വിശന്ന് കുടൽ കരിഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സൂപ്പർ ബിരിയാണി, ഒരു കുഞ്ഞു സദ്യ, ഒരു പായസം കൂടി ആവായിരുന്നു എന്ന് തോന്നി ഇങ്ങനെ പോയപ്പോഴാ പ്രകൃതി രമണീയതയുടെ സൈഡിൽ മണിയറ പായസം കണ്ടത്. അവിടെയും വണ്ടി ഒന്ന് ചവിട്ടി. പായസം വേണമായിരുന്നു എന്ന് തോന്നുന്നതും അതിൻ്റെ ബോർഡ് പെട്ടെന്ന് കണ്ണിൽപ്പെടുന്നതും, എന്തിന് ബോർഡൊന്നും ഇല്ലെങ്കിലും ആ ഒരു പരിസരം വെച്ച് അവിടെ പായസം കിട്ടുമെന്ന് ഉറപ്പിക്കുന്നതും ഒന്നും എൻ്റെ ഇൻട്രസ്റ്റിൽ വരുന്ന കാര്യങ്ങളല്ല. ഇത് കാണുമ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് ബ്രേക്ക് കിട്ടും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു ഗ്ലാസ് പാലട വാങ്ങി 2 ആളും കൂടി അങ്ങ് കുടിച്ചു. മധുരത്തിനോട് പൊതുവേ താല്പര്യമില്ലാത്തതിൻ്റെ ഭാവമാണ് എൻ്റെ മുഖത്ത്. പായസം സൂപ്പറായിരുന്നു. പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, പൈനാപ്പിൾ എല്ലാത്തിലും കണ്ണുടക്കിയെങ്കിലും എല്ലാം കൂടി ആയാൽ വയറ് പണിമുടക്കിയാലോ എന്ന് വെച്ച് അത് കണ്ടില്ലാന്ന് നടിച്ചു. ഇനി കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടാവാം അടുത്തത്.